എടാ മതിയടാ, കൊറേ നേരമല്ല വാമപ്പ്. നിനക്കെന്നാ വീട്ടിലിരുന്നാ പോരായിരുന്ന? എടാ മണ്ടന്മാരെ, ഇരുമ്പിനോട് മാത്രം പ്രണയെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ട് ഇത് കിടന്ന് തൂങ്ങിയിട്ട് ഒരു കാര്യമില്ല. നീയാണോ പോസ്റ്റ് ഇട്ട്? അതെ ആശാനപ്പ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചോദിക്കും. എടാ ശരീരം എപ്പോഴും സെറ്റായിട്ടിരിക്കാൻ ഏറ്റവും നല്ല എന്താണ്? സ്വിമ്മിങ് ആണ്. സ്വിമ്മിങ്ങോ? ആ എടാ നമ്മുടെ നീന്തല് സ്വിമ്മിങ്ങിന്റെ അത്ര എഫക്റ്റീവായിട്ട് വേറെ വർക്കൗട്ട് ഇല്ല. അത് ഞാനും കേട്ടിട്ടുണ്ട്. ഇത് മടി, ഇവന് പണിയെടുക്കാതിരിക്കാനുള്ള മടി. എടാ മടിയൊന്നുമല്ല, ഇവിടെ കിടന്ന് മുക്കി മൂളി ഇതൊക്കെ എടുത്ത് പൊക്കി നീയൊക്കെ നടുവും വെട്ടി വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് സ്വിമ്മിങ് ആണ്. കുഞ്ചാക്കോബൻ, മിലിൻ സോമൻ, അക്ഷയ് കുമാർ, ഇങ്ങനെ എത്ര സെലിബ്രിറ്റികളാണ് ജിമ്മിൽ പോലും ചെയ്യാണ്ട് ആരോഗ്യകരമായ ക്രിയാത്മക ദിനചര്യകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സംഭവമൊക്കെ ശരിയായിരിക്കും, പക്ഷെ എനിക്ക് നീന്തൽ അത്ര അറിയില്ല. ബേസിക്സ് മാത്രമേ അറിയുള്ളൂ. നിനക്കറിയില്ല? ഡേയ് ഇതിലങ്ങനെ അറിയാനൊന്നുമില്ല. കൈ കൊണ്ട് ചുമ്മാ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു, കാലിങ്ങനെ. ശരിയാ സാമേ, സ്വിമ്മിങ്ങിന് പോയ ഒരു റിലാക്സേഷൻ ഒക്കെ Yes. നമുക്ക് പോയാലോ? കൂടി പോയി കൂളാവാം. ഞാൻ കുറേ വർഷമായി നീന്തിയിട്ട്. അവനെത്ര ഇത് പോരാ, നമുക്കൊരു കാര്യം വീട്ടിൽ പോവാം. എന്നിട്ട് അവിടെ നിന്ന് യൂട്യൂബിൽ സ്വിമ്മിങ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ട് പഠിച്ചിട്ട് നമുക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് നീന്താൻ പോവാം. ഒരു സെക്കൻഡ് നമ്മളവൻ്റെ വാക്കിൽ വീണു പോയില്ലേ? ഡി എച്ച് മോനെ വാ പോവാം, പൂളി പോവാം. അവന് നീന്താൻ ഇല്ലടാ, അറിയില്ല അവന്. ഇല്ല എനിക്കിപ്പോൾ ഓർമ്മ വന്നു. വാ പോവാം. കേട്ടില്ലേ? വാ പോവാം. അല്ല പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. ഇവിടെ ഇപ്പോൾ പൂളൊക്കെ അടച്ചു കാണും, പിന്നെ മഴ പെയ്ത് റോഡൊക്കെ തന്നെ ചെറിയൊരു പൂളായിരിക്കല്ലേ. അയ്യോ, നമുക്ക് വടയൊക്കെ കഴിച്ച് വീട്ടിൽ പോയി കുറച്ച് റിലാക്സ് ആയിട്ട് വേറെ ദിവസം വരാം. അതാണ് നല്ലത്. എടാ വട ഓട്ടോ